ഇന്ന് നമ്മൾ കോഴിക്കോടുള്ള വളരെ മനോഹരമായ ഒരു ബീച്ചിലേക്കാണ് പോകുന്നത്. കോഴിക്കോട് നിന്ന് കണ്ണൂരേക്ക് പോകുന്ന വഴി പയ്യോളി കഴിഞ്ഞാൽ ഇരിങ്ങൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ ഇരിങ്ങലിലേക്ക് തിരിയുന്ന റോഡിലേക്ക് തിരിഞ്ഞാൽ ഇരിങ്ങലിൽ തന്നെ സർഗാലയ ക്രാഫ്റ്റ്സ് വില്ലേജ്, പിന്നെ കുഞ്ഞാലി മരക്കാരുടെ കോട്ട, ആ റോഡിൽ തന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് കൊളാവി എന്ന് പറയുന്നത്. കോട്ടപ്പുറം ബീച്ചെന്നും കൊളാവി ബീച്ചെന്നും മിനി ഗോവ എന്നും സീക്രട്ട് ബീച്ചെന്നും ഒക്കെ ഇതിന് പേരുണ്ട്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഇതാണ് പാർക്കിംഗ് ഏരിയ. നമ്മൾ പാർക്കിംഗ് ഏരിയയിലെത്തിയാൽ ഒരു 20 രൂപ കാർ പാർക്കിങ്ങിന് കൊടുത്താൽ പിന്നെ നടന്നാണ് പോകേണ്ടത്. ഒരു 5-10 മിനിറ്റ് നടക്കേണ്ട ദൂരമുണ്ട്. തീരെ പ്രായമുള്ളവർക്കൊക്കെ ലേശം ബുദ്ധിമുട്ടാണ്. അല്ലാത്തവർക്ക് നടന്ന് പോകാമെന്നുള്ള ദൂരമേ ഉള്ളൂ. നമ്മൾ നടന്ന് പോകുന്ന വഴിക്ക് തന്നെ നമുക്കിങ്ങനെ കടലിൻ്റെ തിരമാല അടിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാം. വളരെ ഇമ്പമുള്ള ഒരു ശബ്ദമായിരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പം തന്നെ നമുക്ക് സൈഡിൽ ഇങ്ങനെ കുറ്റിയാടി പുഴ കാണാം, കണ്ടൽ കാടുകൾ കാണാം. ഇങ്ങനെ ഇടക്കിടക്ക് നല്ല കാറ്റും തണുപ്പുമൊക്കെ ഉള്ള സ്ഥലമാണ്. ഇടയ്ക്ക് അവിടെ നിന്ന് ഒന്ന് കാല് നനയ്ക്കാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ നല്ല സ്ഥലമാണ്. ഇടക്കിടക്ക് ഇങ്ങനെ ഇറങ്ങാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ആളും ആരവങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വളരെ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതേപോലെ തന്നെ കണ്ടൽക്കാടുകളെക്കുറിച്ചും മാൻഗ്രോവ് ഫോറസ്റ്റിനെ കുറിച്ചുമൊക്കെ പഠിക്കുന്നവർക്ക് വന്ന് കണ്ട് അതിനെക്കുറിച്ച് കൂടുതലൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്ഥലവും കൂടെയാണ്. ഈ കണ്ടൽക്കാടുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് പ്രോപ്പ് റൂട്ട്സ്, അതായത് ഇതിനെ ഹോൾഡ് ചെയ്യുന്ന തരം, സപ്പോർട്ട് ചെയ്യുന്ന തരം റൂട്ട്സും ഉണ്ട്. അതേപോലെ തന്നെ ന്യൂമറ്റോഫോഴ്സ്, അതായത് റെസ്പിറേറ്ററി റൂട്ട്സ്, അതായത് ശ്വസിക്കുന്ന വേരുകളെന്ന് പറയും. ഇവിടെ കൂടുതലായിട്ടും സാൾട്ട് വാട്ടറും പിന്നെ അതേപോലെ തന്നെ ടൈഡ്സും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് ഓക്സിജൻ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേരുകൾ ശ്വസിക്കാൻ പാകത്തിന് ഇങ്ങനെ മണ്ണിൽ നിന്ന് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന വേരുകളായിരിക്കും. ഇതിന് ന്യൂമറ്റോഫോഴ്സ് റെസ്പിറേറ്ററി റൂട്ട്സ് അല്ലെങ്കിൽ നീ റൂട്ട്സ് എന്നാണ് പറയുക. ഇത് മാംഗ്രോവ്സിൻ്റെ അല്ലെങ്കിൽ കണ്ടൽ ചെടികളുടെ ഒരു പ്രത്യേകത കൂടിയാണ്. ഈ ന്യൂമറ്റോഫോഴ്സ് അല്ലെങ്കിൽ മുകളിലേക്ക് നിൽക്കുന്ന ഈ റൂട്ട്സ്. അതിൻ്റെ കൂടെ തന്നെ ഇതിന് പ്രോപ്പർ റൂട്ട്സ് അല്ലെങ്കിൽ ഇതിനെ താഴെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന തരത്തിലുള്ള റൂട്ട്സും ഉണ്ട്. പിന്നെ കുറച്ച് ഈ കണ്ടൽക്കാടുകളുടെ ഭാഗമെല്ലാം കഴിഞ്ഞാൽ ആ കുറ്റ്യാടി റിവറിൻ്റെ സൈഡിൽ കൂടെയാണ് ഇങ്ങനെ ഈ കണ്ടൽക്കാടുകൾ. പിന്നെ ഈ ബീച്ചിൻ്റെ സൈഡിൽ നമുക്ക് വന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ, അധികം തിരക്കോ ഒന്നുമില്ല. കടലിൻ്റെ ശബ്ദമൊക്കെ കേട്ട് നമുക്ക് വളരെ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. വൈകുന്നേരം ഒരു 6-6:30 വരെയൊക്കെ നമുക്കിവിടെ ഇരിക്കാം. അവിടെ പാർക്കിങ്ങിൽ തന്നെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഒരു 6-6:30 കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് നടന്നു പോകാനും ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ കടലാമ സംരക്ഷണ കേന്ദ്രമുണ്ട്. അതായത് ഒലീവ് റിഡ്ലി ടർട്ടിൽസ്, അതിനെ സംരക്ഷിക്കാനായിട്ട് ഗവൺമെൻറ് മാത്രമല്ല ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകൾ, മീൻപിടുത്തക്കാർ എല്ലാം അതിനെ സംരക്ഷിക്കാൻ വേണ്ടി മുൻകൈ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു കടലാമ സംരക്ഷണ കേന്ദ്രവുമുണ്ട്. അവിടെ ഉച്ച വരെ അത് ഉണ്ടാവുള്ളൂ. ഉച്ച കഴിയുമ്പം അത് അടയ്ക്കുക. സെപ്റ്റംബർ മുതൽ ഏകദേശം നവംബർ ഡിസംബർ വരെ ഈ ഒലീവ് റിഡ്ലി ടർട്ടിൽസ് തീരത്തേക്ക് വരികയും എഗ്ഗ് ലേ ചെയ്യുകയൊക്കെ മുട്ടയിടുകയും ചെയ്യും. അപ്പോൾ ഈ കടലാമ സംരക്ഷണ കേന്ദ്രത്തിൻ്റെ പേര് തീരം എന്നാണ് അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ വെള്ളിയാങ്കല്ല് ഐലൻഡിൻ്റെ ബോർഡറായിട്ടാണ് ഇത് വരുന്നത്.
ഷാലോ വാട്ടേഴ്സാണ്, വലിയ താഴ്ചയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്വിം ചെയ്യുന്നവർക്കൊക്കെ സ്വിം ചെയ്യാൻ, കുട്ടികൾക്കൊക്കെ വന്ന് കളിക്കാനൊക്കെ നല്ല ഒരു ബ്രാക്കിഷ് മഡാണുള്ളത്. അങ്ങനെ താഴ്ന്നു പോകുമൊന്നുമില്ല, പക്ഷേ ഒരു ചളി പോലെ ഉള്ള ഒരു തരം മഡാണുള്ളത്. മുകളിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ നനവുള്ളത്, അതായത് രാത്രിയിൽ ഈ ഭാഗത്തേക്കൊക്കെ വെള്ളം കയറുന്നുണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകാം. അതുകൊണ്ട് തന്നെ രാത്രി സമയങ്ങളിലൊക്കെ ഇവിടെ വരികയോ സ്പെൻഡ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. മുന്നറിയിപ്പ് ബോർഡെല്ലാം വച്ചിട്ടുണ്ട്. വളരെ അപകടകരം കൂടിയിട്ടായിട്ടുള്ള സ്ഥലം. ഒരു 4 മണി മുതൽ ഒരു 6:30 വരെ വന്ന് റിലാക്സ് ചെയ്ത്, ഒറ്റയ്ക്കോ ഫാമിലിയായിട്ടോ ഒക്കെ വന്ന് റിലാക്സ് ചെയ്ത് പോകാൻ പറ്റിയ സ്ഥലമാണ്. എല്ലാവരും വരിക, കാണുക, ആസ്വദിക്കുക.